ഹലോ എവ്രി വൺ, ദിസ് ഈസ് മീ ശ്രീദേവി. നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്, സർക്കിൾസ് ആൻഡ് ലൈൻസ്. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ, നിങ്ങൾക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സർക്കിൾസ് ആൻഡ് ലൈൻസ്. ഓക്കെ, ഇനി സർക്കിൾ എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും അല്ലേ? ഒരു പോയിന്റ് എടുക്കുക അല്ലേ, ഒരു പോയിന്റ്, ഇതിൽ നിന്നൊരു ഫിക്സഡ് ഒരു ഡിസ്റ്റൻസിൽ ഞാൻ വേറൊരു പോയിന്റും വരച്ചു. അങ്ങനെ കുറേ പോയിന്റ്സ് ഈ ഒരു പോയിന്റിനെ വെച്ച് നമുക്ക് കുറേ പോയിന്റ്സ് ഉണ്ട്. എല്ലാം എന്താണ്, ഫിക്സഡ് ഡിസ്റ്റൻസിലാണ്. ഇപ്പം ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റിലും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസും എല്ലാം എന്താണ്, സെയിം ആണ്. അപ്പൊ എന്താ, ആ പോയിന്റ്സ് എല്ലാം ഞാനിങ്ങനെ കണക്ട് ചെയ്യുക. അങ്ങനെ ഇവിടെ കുറേ പോയിന്റ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നതാണ് സർക്കിൾ. ഓക്കെ, എൻ്റെ സർക്കിൾ കുറച്ച് വളഞ്ഞു പോയി ഞാൻ വരച്ചപ്പോൾ, പക്ഷെ നമുക്ക് എന്താ നല്ലൊരു സർക്കിൾ കിട്ടും. ഓക്കെ, ഇനി സർക്കിളിന്റെ പാർട്സ് എന്താന്നൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. എന്താണ്, ഇപ്പൊ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഇത് സെന്റർ, ഇവിടുന്ന് പോകുന്ന ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയും? സർക്കിളിന്റെ അവിടെയുള്ള ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? റേഡിയസ് അല്ലേ? റേഡിയസ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യണം? ആർ എന്ന്. ഇനി ഈ സെന്ററിൽ കൂടെ പോകുന്ന വേറൊരു റേഡിയസും കൂടെ, ഇതൊരു റേഡിയസ്, ഇതിൽ നിന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്. അപ്പൊ ഇതെന്താ, ഇത് സെന്ററിൽ കൂടെ പോകുന്ന ലൈനാ, അതിനെ ഞാൻ എന്താ പറയുന്നത്? ഡയാമീറ്റർ അല്ലേ? ഇത് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഞാൻ ഇതെല്ലാം ബേസിക്സ് പറഞ്ഞിട്ടുണ്ട്. ഡയാമീറ്റർ. അപ്പൊ ആ ചാപ്റ്ററിൽ നമ്മൾ എന്താ കൂടുതലും ആർക്സിനെ കുറിച്ചൊക്കെയാണ് അല്ലേ, ആർക്ക് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ നമ്മൾ കോഡ്സിനെ പറ്റിയ, ആർക്ക് എന്തായിരുന്നു, ഇപ്പം ഇങ്ങോട്ടും ഞാനൊരു റേഡിയസ് വരച്ചു. ഇതെന്താണ്, ഇപ്പം എ ബി സി എന്ന് പറയുന്ന ഒരു ആർക്കാ അല്ലേ? എ ബി സി എന്ന് പറയുന്ന ഒരു ആർക്ക് എന്താണ്, ഇത് മൈനർ ആർക്ക് എന്ന് പറയും. ഇത് ഈ ചെറിയ ആർക്ക് നമ്മൾ മൈനർ ആർക്ക്, ഇത്രയും പോർഷൻ എന്താ മേജർ ആർക്ക് എന്ന് പറയും. ഇനി ഇപ്പൊ നമ്മളിവിടെ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോഡ്സിനെ പറ്റി അല്ലേ? ഒരു സർക്കിൾ ഞാൻ വരയ്ക്കാം. ഈ ഇത് സർക്കിളാന്ന് വിചാരിക്കണം, ഇടക്ക് ചുളിവൊക്കെ ഉണ്ട് ഈ സർക്കിളിന്. ഓക്കെ, ഇത് സെന്റർ. ഇവിടെ നിന്ന് ഞാനൊരു ഒരു ലൈൻ വരയ്ക്കുക. സർക്കിളിന്റെ 2 പോയിന്റ്സിൽ നിന്ന് കണക്ട് ചെയ്യും. ഇപ്പൊ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ, അതിനെയാണ് നമ്മൾ കോഡ്സ് എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ കോഡ്. നമ്മൾ ഡയമീറ്റർ പറഞ്ഞില്ലേ, സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന, ഇതിനെയാണ് നമ്മൾ എന്താണ്, ഇതിനെ നമ്മൾ കോഡ് എന്ന് തന്നെ പറയും. ഓക്കെ, ഡയമീറ്റർ എന്താ, ഒരു കോഡാണ്. ഓക്കെ, അപ്പൊ കോഡ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതും ബേസ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്റർ ഒക്കെ നോക്കുന്നത്. അപ്പോൾ കുറച്ച് തിയറംസ് ഉണ്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ, ഒരു കീ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ്, when 2 chords of a circle intersect within the circle. അപ്പം ഒരു സർക്കിൾ, ഇത് നമ്മുടെ പക്ക സർക്കിൾ ആയിട്ട് കിട്ടി. ഓക്കെ, ഈ സർക്കിളില് എന്താണ്, 2 കോർഡ്സ് ഉണ്ട്. അത് ഇന്റർസെക്ട് ചെയ്യുമ്പോ എന്താണ്, ഇന്റർസെക്ട് മുട്ടുമ്പോ എങ്ങനെയാ, ഇവിടുന്ന് ഒരു കോഡ്, ഇവിടുന്ന് ഞാനൊരു കോഡ് വരച്ചു. ഓക്കെ, ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോഴല്ലേ ഇത് ഇന്റർസെക്ട് ചെയ്യുള്ളൂ, ഇങ്ങനെയും കൂടെ വരയ്ക്കുമ്പോൾ. അപ്പൊ ഞാൻ അങ്ങനെ 2 കോർഡ്സ് വരച്ചു. ഓക്കെ, ഈ 2 കോർഡ്സ് എന്ത് ചെയ്തു, ഇന്റർസെക്ട് ചെയ്തു within the circle, സർക്കിളിന്റെ അകത്ത് തന്നെ. And the product of the parts of one chord, ഒരു കോഡിന്റെ
പാർട്സ്. ഇപ്പൊ ഇതെന്താ ഇന്റർസെക്ട് ചെയ്തപ്പോ ഇത് 2 പാർട്സ് ആയില്ലേ ഈ ഒരു കോഡ്. ഞാൻ ആ പാർട്സിന് ഞാൻ എന്ത് കൊടുക്കും? എ ബി സി. എ സി എന്ന് പറഞ്ഞ നമ്മുടെ കോഡ് ഇതെന്താണ്? ബി എന്ന് പറഞ്ഞ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് ഇത് 2 പാർട്ടായി അല്ലേ? അപ്പൊ എന്താണ്? എ ബിയും ബി സി എന്നും പറഞ്ഞ 2 പാർട്സ് കിട്ടി. അതാണ് ആ കോഡിന്റെ പാർട്സ്. അതാണ്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ പ്രോഡക്റ്റ് ഓഫ് ദി പാർട്സ് ഓഫ് 1 കോഡ്. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് നോക്കണം. ഇപ്പൊ പാർട്സ് ഏതൊക്കെ? എ ബിയും ബി സിയും. അപ്പൊ പ്രോഡക്റ്റ് എടുക്കുക. എന്താണ്? എ ബി ഇൻറ്റു ബി സി. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ദി പാർട്സ് ഓഫ് 1 കോഡ് is equal to the product of the parts of the other. അതർ എന്ന് പറയുമ്പോൾ അതർ കോഡാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി പാർട്സ് ഓഫ് ദി അതർ. അപ്പൊ നോക്കിക്കേ, മറ്റേ കോഡിന്റെ ഇപ്പൊ ഈ കോഡ് നമ്മൾ നോക്കി, ഈ കോഡിന്റെ എന്താണ്? പാർട്സിന്റെ പ്രോഡക്റ്റിനോട് എന്താണ്? ഈക്വൽ ആണ് എന്ത്? ഈ പ്രോഡക്റ്റ്. അപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഈ ഒരു കോഡിന് ഞാൻ ഈ എഫ് എന്ന് കൊടുത്തെന്ന് വെച്ചോ. ഈ എഫ് എന്ന് പറഞ്ഞൊരു കോഡാന്ന് വെക്കാം. അപ്പൊ ഇതെന്താ? ബി എന്ന് പറയുന്ന ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ ഇതും എന്താ? 2 പാർട്സ് ആയി. എന്നിട്ട് എന്താ പറയണ? പ്രോഡക്റ്റ് ഓഫ് ദി പാർട്സ് ഓഫ് അല്ലെ? അപ്പൊ ഈ പാർട്സിന്റെയും പ്രോഡക്റ്റ് അതെന്താണ്? ഇ ബി ഇൻറ്റു ബി എഫ് അല്ലെ? അതെന്താണ്? ഇ ബി ഇൻറ്റു ബി എഫ് നമ്മുടെ മറ്റേ കോഡിന്റെ പാർട്സിന്റെ പ്രോഡക്റ്റുമായിട്ട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ പ്രോഡക്റ്റ് ഓഫ് ദി പാർട്സ് ഓഫ് 1 code is equal to the product of the parts of the other. അപ്പൊ എന്താ? എ ബി ഇൻറ്റു ബി സി is equal to ഇ ബി ഇൻറ്റു ബി എഫ്. ഓക്കെ, അടുത്ത തിയറത്തിലേക്ക് പോകാം. നമ്മൾ ഒരു തിയറം പഠിച്ചല്ലോ, അത് എളുപ്പമല്ലേ? 2 കോഡ്സ് ഉണ്ടെങ്കിൽ അത് ഇന്റർസെക്ട് ചെയ്ത് 2 പാർട്സ് ആവും അല്ല, ഓരോ കോഡ്സും 2 പാർട്സ് ആയിട്ട് ആ പാർട്സിന്റെ പ്രോഡക്റ്റുകൾ തമ്മിൽ എന്താണ്? ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി the product of the parts into which a diameter of a circle is cut by a perpendicular chord is the square of half the chord. ഒറ്റയടിക്ക് നമുക്ക് വായിക്കുമ്പോൾ എന്താ മനസ്സിലാവില്ല. നമുക്ക് നോക്കാം. നമ്മുടെ സർക്കിൾ ഇത് നമ്മുടെ സർക്കിൾ. ഇതെന്താ? പ്രോഡക്റ്റ് ഓഫ് ദി പാർട്സ് ഇൻടു which a diameter of a circle is cut by a perpendicular chord. അപ്പം നമ്മുടെ ഡയാമീറ്റർ ഇപ്പൊ ഇതാണ് സെന്റർ എന്ന് വെക്കുക. ഓക്കെ, ഇത് സെന്റർ ആണെങ്കിൽ ഈ സെന്ററിൽ കൂടെ എന്താണ്? നമ്മുടെ ഡയമീറ്റർ പോകും അല്ലെ? ഈ സെന്ററിൽ കൂടെ നമ്മുടെ ഡയമീറ്റർ പോകും. എന്താണ് ആ ഡയമീറ്റർ? എന്താണ്? ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഇസ് കട്ട് ബൈ എ പെർപെൻഡിക്കുലർ കോഡ്. ഇതെന്താണ്? ഒരു പെർപെൻഡിക്കുലർ കോഡ് വഴി എന്താണ് ഇത് കട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്താ? അപ്പൊ ഞാൻ ദേ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഒരു പെർപെൻഡിക്കുലർ ഞാൻ വരച്ചു. അപ്പൊ നോക്കിക്കേ, ഇത് നമ്മുടെ ഡയമീറ്റർ സെന്ററിൽ കൂടെ പോകുന്ന. അപ്പൊ ഇവിടെ ഇപ്പൊ കുറെ കോഡ്സ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഡയമീറ്റർ പോയാൽ എന്താ? ആ കോഡ്സ് ഒക്കെ ഹാഫ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യണം. ഈ കോഡിന് എന്താ? നമ്മുടെ ഈ കോഡ് ഇങ്ങനെ പെർപെൻഡിക്കുലർ കോഡ് ഇങ്ങനെ വരച്ചല്ലോ. ഈ കോഡിന് എന്താ? ഇത് ഹാഫ് ആയിട്ടാണ് ഈ ഡയമീറ്റർ കോഡ് എന്ത് അതിനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കോഡ് വരച്ചത് എന്താ? അതും ഹാഫ് ആയിട്ടേ പോകുള്ളൂ. അപ്പം നമ്മളിങ്ങനെ കുറേ കോഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയമീറ്റർ അതിൻ്റെ പുറമേ കൂടെ വരയ്ക്കുവാണെങ്കിൽ, ഡയമീറ്റർ കോഡ് വെച്ച് നമ്മൾ അതിനെ ഇന്റർസെക്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ ആ മറ്റേ കോഡ്സ് ഒക്കെ എന്തായിട്ട് ഹാഫ് ആയിട്ട് അത് ഡിവൈഡ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തോരും? ഇത് ഞാൻ എ ബി എന്ന് കൊടുക്കുക, ഇത് സി ഡി എന്നും കൊടുത്തു, ഇത് ഒ എന്നും കൊടുത്തു. ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഒ എന്ന് കൊടുത്തു. അപ്പൊ എന്താ? എ ഒ ഇസ് ഈക്വൽ ടു എന്താണ്? AO is equal to OB now. ഓക്കെ, അപ്പൊ AOയ്ക്ക് ഞാൻ എന്താ കൊടുക്കുന്നത്? സി എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. എന്താണ്? സി എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യണം AO. അപ്പൊ OB എന്ത് തന്നെയായിരിക്കും? സി തന്നെയായിരിക്കും അല്ലേ? ഈക്വൽ ടു സി. ഓക്കെ, ഇനി CO is equal to CO is equal to OD അല്ല, ഇത് വേറെ പ്രൊപ്പോർഷനിലാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഡയമീറ്റർ കോഡ് അതെന്താണ്? അതിൻ്റെ
അതിന്റെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കണം. അതാണ് പറഞ്ഞത്, പ്രോഡക്റ്റ് ഓഫ് ദി പാർട്സ് ഇൻ ടു വിച്ച് എ ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ ഇസ് കട്ട് ബൈ എ പെർപെൻഡിക്കുലർ കോഡ്. അപ്പോൾ നമ്മുടെ ഡയാമീറ്റർ കോഡ്, ഒരു പെർപെൻഡിക്കുലർ കോഡ് വന്ന് കട്ട് ചെയ്യുന്ന ആ ഡയാമീറ്ററിന് എന്താക്കും, 2 പാർട്സ് ആക്കും. അതിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഈസ് ദി സ്ക്വയർ ഓഫ് ഹാഫ് ദി കോഡ്. അപ്പൊ ഈ പെർപെൻഡിക്കുലർ കോഡിന്റെ സ്ക്വയറിന്റെ എന്താണ്? പെർപെൻഡിക്കുലർ കോഡില്ലേ, ഇതിന്റെ പകുതിയുടെ സ്ക്വയർ എന്നാണ്. ഹാഫ് ദി സ്ക്വയർ ഓഫ് ഹാഫ് ദി കോഡ് എന്നാ പറഞ്ഞിരിക്കണം. അപ്പൊ ഈ കോഡിന്റെ ഹാഫിന്റെ സ്ക്വയർ എന്താണ് പറയണത്? നമ്മുടെ ഈ ഡയാമീറ്റർ കോഡ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ആ 2 പാർട്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ പെർപെൻഡിക്കുലർ കോഡിന്റെ പകുതി എടുത്തിട്ട് അതിന്റെ സ്ക്വയറുമായിട്ട് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ എന്താണ് ഈ ഡയമീറ്റർ കോഡിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? CO ഇൻറ്റു OD എന്ന് വരും അല്ലെ? CO ഇൻറ്റു OD ഈക്വൽ ടു ഇതെന്ത് വരും? C പ്ലസ് C വരും അല്ലെ? C പ്ലസ് C വരും ഈ ഒരു പെർപെൻഡിക്കുലർ കോഡ്. അപ്പൊ എന്താ? 2C. പക്ഷെ പറഞ്ഞിരിക്കുന്ന എന്താ? നമ്മൾ ഹാഫ് ദ കോഡ് എടുത്താൽ മതി അല്ലെ? അപ്പൊ 2Cയുടെ ഹാഫ് എത്രയാണ്? C അല്ലേ? അപ്പം C തന്നെ എഴുതും. ഈ കോഡിന്റെ പകുതി, ഈ AO വരെയും C ആണ്, OB വരെ C. അപ്പൊ നമുക്ക് AO ഏതെങ്കിലും ഒരെണ്ണം കൺസിഡർ ചെയ്താൽ പോരാ. ഹാഫ് ദ കോഡ് അല്ലേ, ഹാഫ് ഏതെങ്കിലും ഒരെണ്ണം കൺസിഡർ ചെയ്യാം. അത് C എന്ന് കൊടുത്ത് പറഞ്ഞിരിക്കുന്ന സ്ക്വയർ ഓഫ് ഹാഫ് ദ കോഡ്. അപ്പൊ ഇവിടെ എന്താ? ഒരു സ്ക്വയർ കൊടുക്കുക, C സ്ക്വയർ. ഇനി COയ്ക്കും ODക്കും ഞാൻ എന്താണ് ഒരു നെയിം കൊടുക്കുക. ഇത് സ്മോൾ C ആണേ, ഇത് സ്മോൾ C, ഇത് വലിയ C. ഓക്കെ, COയ്ക്ക് ഞാൻ A എന്നും കൊടുത്തു, ODക്ക് ഞാൻ B എന്നും കൊടുത്തു. ഓക്കെ, അപ്പൊ എന്ത് വരും? A ഇൻറ്റു B ഇസ് ഈക്വൽ ടു C സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഒരു ഡയമീറ്റർ കോഡിനെ ഒരു പെർപെൻഡിക്കുലർ കോഡ് ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ എന്താ? ആ 2 കോഡ്സും 2 പാർട്സ് വീതമാകും അല്ലേ? അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താ? ആ ഡയാമീറ്റർ കോഡിന്റെ 2 പാർട്സിന്റെ പ്രോഡക്റ്റ് എന്തിനോട് ഈക്വലാ? നമ്മുടെ ആ പെർപെൻഡിക്കുലർ കോഡിന്റെ എന്താണ്? പകുതി, ഹാഫിന്റെ സ്ക്വയറുമായിട്ട് എന്താണ്? ഈക്വൽ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഇതിന്റെ മൊത്തം ലെങ്ത് ഒക്കെ ആയിരിക്കും തന്നിരിക്കണം. അപ്പൊ എന്താ മൊത്തം ലെങ്ത് എടുക്കാവോ? ഇല്ല, അതിന്റെ പകുതി എടുത്തിട്ട് അതിന്റെ സ്ക്വയർ. അതെന്തിനോട് ഈക്വലാ? നമ്മുടെ ഈ ഡയമീറ്റർ കോഡിന്റെ പാർട്സിന്റെ പ്രോഡക്റ്റുമായിട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് തിയറം. ഇപ്പോൾ കഴിഞ്ഞ തിയറത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. ഓക്കെ, ഇനി when 2 chords intersect within a circle. ഒരു സർക്കിളിന്റെ അകത്ത് തന്നെ 2 chords intersect ചെയ്യും. നമ്മൾ ഇതുവരെ പഠിച്ച പോലെ തന്നെ നമ്മുടെ ആ 2 chords എന്ന് പറയുന്നത് ABയും CDയും കൺസിഡർ ചെയ്യുക. AB എന്ന് പറയുന്ന കോഡും CD എന്ന് പറയുന്നത്. The rectangles with sides as the parts of each chord. അപ്പം നമ്മുടെ ഈ 2 chords ഇല്ലേ, ഇന്റർസെക്ട് ചെയ്തപ്പോൾ എന്താ? 2 പാർട്സ് ആയിട്ടൊക്കെയാണ് ഡിവൈഡ് ചെയ്യുന്നത് ഓരോ കോഡും. അപ്പൊ ആ പാർട്സ് വെച്ചിട്ട് നമുക്ക് എന്താണ്? റെക്ടാങ്കിൾസ് ഉണ്ട്. ഇപ്പൊ AB എന്ന് പറയുന്ന കോഡിന്റെ പാർട്സ് വെച്ചിട്ട് ഇവിടെ ഒരു റെക്ടാങ്കിൾ വന്നു, CD എന്ന് പറയുന്ന കോഡിന്റെ പാർട്സ് വെച്ചിട്ട് ഇവിടെ ഒരു റെക്ടാങ്കിൾ വന്നു. ഓക്കെ, അപ്പോ ഇതിൻ്റെ അകത്ത് പറയണ എന്താ? ഈ 2 റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണ്? ഈക്വൽ ആണെന്ന്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഈ AO എന്താണ്? നമ്മുടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. 2 കോഡ്സും ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ പോയിന്റാണ്. അപ്പം AO എന്ന് പറയുന്ന ലെങ്ത് ഞാൻ എന്ത് ചെയ്ത്? C എന്നും കൊടുത്തു. OB എന്ന് പറയുന്ന ലെങ്ത് എന്ത് വരും? ആക്ച്വലി ഈ OB എന്ന് പറയുന്നത് നമ്മുടെ ഈ D ലെങ്ത് ഇല്ലേ, ഇവിടെ ഞാൻ ഈ D എന്നും പറഞ്ഞിരിക്കുന്ന ലെങ്ത്, ഈ ഒരു റെക്ടാങ്കിൾ ഈ D ലെങ്ത്, ഇത് തന്നെയാണ് ഞാൻ ഇവിടെ എന്താണ് തിരിച്ചിട്ടിരിക്കുന്നത്. ഈ ലെങ്താണ് ഇവിടെ തിരിഞ്ഞു വരിക. ഓക്കെ, ഇതിങ്ങനെ തിരിഞ്ഞ് ഇതിവിടെ എത്തണം. ഇത് ഈ ഒരു കോഡ് ലെങ്ത് തന്നെയാണ് എന്ത്? നമ്മുടെ OBയുടെ ലെങ്ത്. അപ്പൊ അതെന്ത് വരും? ഇത് D എന്ന് വരും. ഓക്കെ, എന്ത് വരും? D എന്ന് വരും. ഓക്കെ, ഇനി CD എന്ന് പറയുന്ന കോഡ് എടുത്തേ. CD എന്ന് പറയുന്ന കോഡ് എടുക്കുമ്പം COയും എന്താണ്? A ആയിട്ട് എടുത്തു, OD ഞാൻ B ആയിട്ട് എടുത്തു. അപ്പം
ഈ ബി ലെങ്ത് ഇല്ലേ ഓഡി എന്ന് പറയണ ഇതേ ലെങ്ത് തന്നെയാണ് എന്ത് ഈ റെക്റ്റാങ്കിളിന്റെ ഈ സൈഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കോഡിന്റെ ഈ ലെങ്ത് കാണുന്ന ഈ ഒരു പാർട്ടാണ് എന്ത് ഇതിന്റെ വിഡ്ത് ആയിട്ട് വരുന്നത്. മറ്റേ കോഡിന്റെ എന്താണ് അതിന്റെ ബാലൻസ് എടുക്കുന്ന ഈ കോഡിന്റെ ലെങ്ത് ആണ് എന്ത് ഇതിന്റെ ഈ റെക്റ്റാങ്കിളിന്റെ വിഡ്ത് ആയിട്ട് വരിക. അപ്പൊ ഇതെന്താ ഈ ഒരു വിഡ്ത് എത്ര വരും? ബി എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ രണ്ട് കോഡ്സ് തമ്മിൽ എന്താണ് ഇന്റർസെക്ട് ചെയ്ത് അതിന്റെ പാർട്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പം ഞാൻ ഈ രണ്ട് കോഡ്സ് മാത്രം അതിന്റെ ആ ഒരു തിയറം വെച്ച് എഴുതാൻ പോവാം. എ ബി എന്താണ്? എ ബിയുടെ പാർട്സ് എന്തൊക്കെയാ? സിയും ഡിയും അല്ലെ? അപ്പൊ എന്താണ് സി ഇൻറ്റു ഡി ഞാൻ എടുക്കുക ഈക്വൽ ടു നമ്മുടെ ഇപ്പുറത്തെ ഈ കോഡ് എടുത്ത് നോക്കിയേ, ഈ സി ഡി എന്ന് പറയുന്ന കോഡ് എടുത്താൽ എന്ത് വരും? എ ഇൻറ്റു ബി എന്നും വരും അല്ലേ? എ ഇത്രയും എ വരും, ഇത് ബിയും വരും. അപ്പൊ എന്താ എ ഇൻറ്റു ബി. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ കോഡ്സ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത രണ്ട് പാർട്സ് ആകുമ്പോൾ അതിന്റെ പ്രോഡക്ട്സ് തമ്മിൽ രണ്ട് പാർട്സിന്റെയും പ്രോഡക്ട്സ് തമ്മിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ഫസ്റ്റ് തിയറം വെച്ചിട്ട് ഞാൻ ഇത് എഴുതി. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ ഇത് തന്നെയല്ലേ വരുള്ളൂ. ഇപ്പൊ ഞാൻ ആദ്യത്തെ കോഡ് വെച്ചിട്ടുള്ളതാണ് എന്താണ് എ ബി എന്ന് പറയുന്ന കോഡിന്റെയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് എ ബിയുടെ, ഇത് സി ഡിയുടെ. അപ്പം എ ബി എന്ന് പറയുന്ന കോഡിന്റെ എ വെച്ചുള്ള ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താ? റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താ? എൽ ഇൻറ്റു ബി. അപ്പൊ ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എത്രയാ? സിയും ബ്രെഡ്ത്ത് എത്രയാ? ഡിയും. സി ഇൻറ്റു ഡി. അത് തന്നെയല്ലേ നമ്മൾ ഇതിന്റെ കോഡിന്റെ പാർട്സ് തമ്മിൽ പ്രോഡക്റ്റ് എടുത്തപ്പോൾ കിട്ടിയ സി ഇൻറ്റു ഡി. അപ്പം ഇനി നമ്മുടെ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ നോക്കിക്കേ, ഇതെന്ത് വരും? ഇത് എ ലെങ്ത്, ഇതെന്താ ബി ബ്രെഡ്ത്തും എടുത്ത്. അപ്പൊ എന്താ എ ഇൻറ്റു ബി. ഓക്കെ, അത് തന്നെയല്ലേ നമ്മുടെ മറ്റേ സി ഡി എന്ന് പറഞ്ഞ കോഡിന്റെ സൈഡ്സിന്റെ പാർട്സിന്റെ പ്രോഡക്റ്റ് എടുത്തപ്പം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് എങ്ങനെ തന്നെ പറയാം? റെക്റ്റാങ്കിളിന്റെ ഏരിയാസ് ഈക്വൽ ആണെന്ന് നമുക്ക് നേരെ പറയാം. ഓക്കെ, അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. അപ്പൊ 3 തിയറംസും നിങ്ങൾക്ക് എളുപ്പമായെന്ന് കരുതുന്നു, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി റീപ്ലൈ ചെയ്തൊക്കെ നോക്കുക. വളരെ എളുപ്പം. ജസ്റ്റ് എന്താണ് ഇത് ശ്രദ്ധിക്കുക, ഈ സി ഡി എന്ന് പറയുന്ന കോഡ്, ഈ സി ഡി എന്ന് പറയുന്ന കോഡിന്റെ ഈ ഒരു പാർട്ട് ഒ ഡി, ഈ ഒ ഡി തന്നെയാണ് എന്ത് എ ബി എന്ന് പറയുന്ന കോഡിന്റെ റെക്റ്റാങ്കിളിന്റെ വിഡ്ത് ആയിട്ട് വരുന്നത് അല്ലെ? അതിൽ ഫോം ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിളിന്റെ വിഡ്ത് ആയിട്ട് വന്നിരിക്കണം. ഇനി എ ബി എന്ന് പറഞ്ഞ കോഡിന്റെ ഇത് നോക്കിക്കേ, ഡീപ്പ അല്ലെ? ഈ ഒ ബി എന്ന് പറഞ്ഞ ഡി എന്ന് പറയുന്ന ഈ ലെങ്ത് ആണ് മറ്റേ സി ഡിയുടെ ഇവിടെ വരുന്ന റെക്റ്റാങ്കിളിന്റെ വിഡ്ത് ആയിട്ട് വന്നിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് ആർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ? ഓക്കെ, നമുക്കപ്പം ക്വസ്റ്റ്യനിലേക്ക് പോവാം. Draw a rectangle of width 5 centimeters and height 4 centimeters. അപ്പം നമ്മൾ 5 centimeter വിഡ്ത്തിലും 4 centimeter ഹൈറ്റിലുമുള്ള ഒരു റെക്റ്റാങ്കിള് വരയ്ക്കണം. ഫസ്റ്റ് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്താ? ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ വിത്ത് വിഡ്ത്ത് 6 centimeters. വിഡ്ത്ത് 6 centimeters ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താ? ഏരിയ എന്ന് പറയുമ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയ 5 into 4 ചെയ്താൽ മതി അല്ലേ? ഇതാണ് റെക്റ്റാങ്കിൾ എങ്കിൽ ഇത് 5 centimeters, ഹൈറ്റ് 4 centimeters അല്ലേ? 5 4s are 20 centimeter square. അപ്പൊ ഈ ഏരിയയിൽ തന്നെയുള്ള എന്താണ് സെയിം ഏരിയയിൽ തന്നെയുള്ള ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വേറെ വരയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും. ഓക്കെ, ഇത് നമ്മുടെ 5 centimeterന്റെ എന്താണ് ഒരു റെക്റ്റാങ്കിൾ. ഞാൻ നോക്കിയേ, ഇവിടുന്ന് 5 centimeters. നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ വെച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഓക്കെ, സെറ്റ് സ്ക്വയർ വെച്ച് നിങ്ങൾക്ക് റെക്റ്റാങ്കിൾസ് വരയ്ക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിത്ത് 5 centimeters ആൻഡ് ഹൈറ്റ് 4 centimeters. അപ്പൊ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ആ റെക്റ്റാങ്കിളിന്റെ
വിഡ്ത്ത് 5 സെന്റിമീറ്റേഴ്സ്, ഹൈറ്റ് 4 സെന്റിമീറ്റേഴ്സും ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് 6 സെന്റിമീറ്റേഴ്സ്. അപ്പം ആ സെയിം ഏരിയയിൽ തന്നെയുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റെക്ടാങ്കിളിൻ്റെ സെയിം ഏരിയയിൽ തന്നെയുള്ള വേറൊരു റെക്ടാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വിഡ്ത്ത് എന്തായിരിക്കണം? 6 സെന്റിമീറ്റേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്താണ് നമ്മുടെ റെക്ടാങ്കിൾ വരയ്ക്കാം. അപ്പം ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ. ഇതിൻ്റെ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വിഡ്ത്ത് 5 സെന്റിമീറ്ററും ഹൈറ്റ് 4 സെന്റിമീറ്ററും അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ തിയറംസ് പഠിച്ചപ്പോൾ ഇപ്പോൾ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ 2 കോർഡ്സ് ഉണ്ടെങ്കിൽ ഇന്റർസെക്റ്റ് ചെയ്തെങ്കിൽ എന്താണ് ഇതിൽ നമ്മുടെ ഈ ലെങ്ത് ഇല്ലേ, ഇതിന് ഞാൻ ഈ കോർഡ് ലെങ്ത് ആയിട്ട് എടുത്ത് എത്ര, ഇത് 5 സെന്റിമീറ്റർ, ഇവിടെ വരെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വരെ ഞാൻ എന്താ 5 സെന്റിമീറ്റർ എടുത്ത് അത് നമ്മുടെ എന്താ ഈ ലെങ്ത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ലെങ്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേണ്ട വിഡ്ത്ത് ചോദിച്ചിരിക്കുന്നത് എത്രയായിരുന്നു? ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് 6 സെന്റിമീറ്റേഴ്സാണ് പറഞ്ഞിരിക്കണം അല്ലെ? 6 സെന്റിമീറ്റേഴ്സ്. അപ്പൊ ഈ 6 സെന്റിമീറ്റേഴ്സ് വേണ്ട ആ സൈഡ് ഞാൻ എന്താ ഇങ്ങോട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ 6 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ റെക്ടാങ്കിളില് എന്തേ നോക്കിക്കേ, അപ്പൊ എന്തേ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഒരു 6 സെന്റിമീറ്റർ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലേ? എന്താ നമുക്ക് വേണ്ടത്? 6 സെന്റിമീറ്റർ വിട്ടുള്ള റെക്ടാങ്കിളാണ്. ഞാൻ 6 സെന്റിമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്. ഇനി നോക്കിക്കേ, ഈ 6 സെന്റിമീറ്റർ ഈ ഒരു കോഡിന്റെ ഈ ഒരു പാർട്ടാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് അല്ലേ? ഇനി എന്താ ഈ ഒരു കോഡ് എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഇത്രയും പാർട്ടാണ് ഈ കാണുന്നത് അല്ലേ? അപ്പൊ എനിക്ക് എന്താ ഈ ഒരു പാർട്ട് വേണം. ഈ ഒരു പാർട്ടിന്റെ ലെങ്ത് എന്താ വരിക? ഇത് 4 സെന്റിമീറ്റർ അല്ലേ? ഇത് തന്നെ ഇവിടെയും വരുവുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് ഇതിങ്ങനെ തിരിച്ച് നമ്മൾ ഇടുക. ഈ 4 സെന്റിമീറ്റർ ഞാൻ തിരിച്ചിങ്ങോട്ട് ഇടുക. അപ്പൊ എന്താ അത് 4 സെന്റിമീറ്ററിന് കിട്ടും. ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. നിങ്ങൾ സ്കെയിൽ വെച്ച് ഒരു 4 സെന്റിമീറ്റർ വരയ്ക്കാം. ഓക്കെ, ഇത് 4 സെന്റിമീറ്റർ എന്ന് വരും. ഇനി നോക്കിക്കേ, ഈ എൻഡ് പോയിന്റ്സ് തമ്മിൽ ഞാൻ എന്താണ് ഇങ്ങോട്ടും കണക്ട് ചെയ്യും. അങ്ങനെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അത് എന്തിനു വേണ്ടിയാ? എനിക്ക് ഈ ഒരു ഇത് വെച്ച് എനിക്ക് എന്താണ് ഒരു സർക്കിൾ വരയ്ക്കാം. കാരണം എന്താ, എനിക്ക് ഈ സർക്കിൾ വേണം ഇതിന്റെ ചുറ്റിനും. അപ്പൊ എന്താണ് അതിനു വേണ്ടി നമുക്ക് എന്താണ് ഒരു സെന്റർ വേണം. ആ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ഇത് തമ്മിൽ ഞാൻ ഇങ്ങോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ വെച്ച് വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, കറക്റ്റ് അളവൊക്കെ എടുത്ത് നോക്കുക. ഇനി നോക്കിക്കേ, ഇവിടുന്ന് നമ്മുടെ കോമ്പസ് ഉണ്ടല്ലോ, ആ കോമ്പസ് എടുത്തിട്ട് ഈ കോമ്പസിനെ ഇവിടെ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെയും വരയ്ക്കണം, ഇവിടെയും വരയ്ക്കണം. ഇവിടെ ഒരു ആർക്ക് വരും. ഇവിടെ പോയിന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ആർക്ക്, ഈ അടിയിൽ ഒരു ആർക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ ഈ സൈഡിന്റെ തന്നെ ഈ പോയിന്റ് വെച്ചിട്ട് ഇങ്ങോട്ടും ഒരു ആർക്ക്, ഇങ്ങോട്ടും ഒരു ആർക്ക് വരയ്ക്കാം. ഇവിടെ ഒരാർക്ക്, ഇവിടെ ഒരാർക്ക്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ സൈഡിൽ ഈ പോയിന്റ് വെച്ചിട്ട് എന്താണ് നിങ്ങൾ ഇവിടെ ഒരാർക്ക് വരയ്ക്കുക. പിന്നെന്താണ് ഇവിടെ ഒരാർക്ക് വരും. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെയും ചെയ്യണം. എന്നിട്ട് എന്താ ഈ പോയിന്റ് വെച്ചിട്ട് എന്ത് വരും? ഇവിടെ ഒരാർക്ക് വരും. പിന്നെന്താ നമുക്ക് ഇവിടെ ഒരാർക്ക് വന്നിട്ട് ഇവിടെ ഒരാർക്ക് വരും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് തമ്മിൽ ഞാൻ ഈ ആർക്സ് തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കുക. ഈ ആർക്ക് ജോയിൻ ചെയ്തില്ലേ, അതുപോലെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാം. ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഞാൻ കോമ്പസ് വെച്ച് ചെയ്യാത്തതുകൊണ്ട് കറക്റ്റ് കിട്ടത്തില്ല. അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് വേണം? കോമ്പസ് വെച്ച് വേണം. ആദ്യം ഈ പോയിന്റ് ചെയ്ത് ഇവിടെ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെയും ഇവിടെ ഒരാർക്ക് വരയ്ക്കുക. ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരാർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ പോയിന്റ് വെച്ചിട്ട് എന്താ ഇവിടെ ഒരാർക്ക് വരയ്ക്കുക അല്ലേ? പിന്നെന്താ അടിയിലും ഒരാർക്ക് വരയ്ക്കുക. ഇവിടെ ഒരാർക്ക് വരും. ഞാൻ ഈ നേരത്തെ വരച്ച ആർക്ക് കളയാം. ഇനി എന്ത് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഞാൻ ഇവിടെ തന്നെ വരും. ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഒരു ആർക്ക് വരയ്ക്കും. പിന്നെന്താ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. ഓക്കെ, അങ്ങനെ രണ്ട് സൈഡിലും അങ്ങനെ വെച്ച് നമ്മൾ ആർക്സ് വരച്ചിട്ട് ആദ്യം വരച്ച് ഈ സൈഡിന്റെ രണ്ട് ആർക്സ് അല്ലേ ഇത്. ഇപ്പൊ എന്താണ് ഈ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക.
ഓക്കെ, ഇതങ്ങോട്ട് നേരെ എക്സ്റ്റെൻഡ് ചെയ്തോ. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ല എൻ്റെത്, പക്ഷെ നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരണം. നിങ്ങൾ സ്കെയിൽ വെച്ച് വേണം വരയ്ക്കാൻ. ഓക്കെ, ഇവിടുന്ന് എന്ത് ചെയ്ത് ഞാൻ ഇവിടുന്നും ഇതങ്ങോട്ട് കണക്ട് ചെയ്യിച്ച്. ഓക്കെ, അപ്പൊ കണക്ട് ചെയ്യുമ്പം ഇപ്പൊ എനിക്ക് ഇവിടെയാണ് സെന്റർ വന്നത്. നിങ്ങൾക്ക് എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത്, ഈ രണ്ട് ലൈൻസ് നിങ്ങൾക്ക് എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുക, ഏകദേശം ഇവിടെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് സ്കെയിലൊക്കെ വെച്ച് ഇപ്പം കോമ്പസ് വെച്ചൊക്കെ നിങ്ങൾ ആർക്സ് വരയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ സെന്റർ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെയാ വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങളൊരു സർക്കിൾ വരയ്ക്കണം. ഇത് സെന്റർ വെച്ചിട്ട് ആ കോമ്പസ് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് വരും, ഇത് വെച്ച് വരയ്ക്കുമ്പോൾ ഇത് സെന്ററായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഈ പോയിന്റ്സ് വെച്ച് നിങ്ങൾ സർക്കിൾ വരയ്ക്കാം. അപ്പൊ ഇവിടെ എനിക്ക് ഈ സർക്കിള് ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. നിങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസിൽ ഇവിടെ സെന്ററായിട്ട് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഈ 3 പോയിന്റ്സും കണക്ട് ചെയ്യുന്ന രീതി വേണം എന്ത്, ഈ സർക്കിൾ വരയ്ക്കാൻ. അപ്പൊ ഇവിടെ എനിക്ക് കറക്റ്റ് ഇതൊരു റഫ് ഫിഗർ ആട്ടോ, ഞാനിവിടെ കോമ്പസോ റൂളറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം അതനുസരിച്ച് ഇതിന് അതിൻ്റെതായ അപാകതകളുണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഒരു റഫ് ഫിഗർ, നിങ്ങൾ കറക്റ്റ് കോമ്പസ് ഒക്കെ വെച്ച് വേണം. ഞാനിവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, ഏത് ടൂളാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ആർക്സ് വരയ്ക്കാൻ എന്താണ്, കോമ്പസ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഈ സർക്കിൾ വരയ്ക്കാൻ എന്ത് തന്നെയാണ്, കോമ്പസ്. സെന്റർ എന്താണ്, ഇതായിട്ട് എടുത്ത് ഈ 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ നമുക്കിപ്പോൾ ഈ സർക്കിൾ കിട്ടി, ഇത് സെന്ററിന്ന് കിട്ടി. ആക്ച്വലി ഇതിന്റെ അകത്ത് കൂടി ഈ സർക്കിൾ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ കോമ്പസ് വെച്ചൊക്കെയാണ് വരയ്ക്കണതെങ്കിൽ എന്താണ്, ഇതിന്റെ അകത്ത് കൂടിയേ വരുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്തൂടെ ഞാൻ വരയ്ക്കുമ്പോൾ എന്താണ്, കറക്റ്റ് സർക്കിൾ വന്നോന്നില്ല. ഓക്കെ, കറക്റ്റ് സർക്കിൾ വരത്തില്ല. നിങ്ങളപ്പോൾ ഇത് സർക്കിളായിട്ട് ഇതാക്കുക. അപ്പൊ ഈ ഒരു ലെങ്ത് കണ്ട, ഈ ഒരു പോയിന്റിൽ നിന്ന് എന്താണ് ഇങ്ങോട്ടുള്ള ലെങ്ത്, ഇതേ ലെങ്ത് തന്നെ എന്താ നിങ്ങൾ കോമ്പസ് വെച്ചിട്ട് നോക്കുക. കോമ്പസ് ഇവിടെ പോയിന്റ് ചെയ്യുക, എന്നിട്ട് എന്താ ലെങ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ആ ഡിസ്റ്റൻസ് തന്നെ എന്ത് ചെയ്യണം, ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, എവിടെ വരും, ദേ ഇവിടെ ഈ ബ്ലൂ കളറിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ വരും ഈ ഒരു ലെങ്ത്. കോമ്പസ് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ ഒരു ലെങ്ത് വന്നില്ലേ, ഇതിപ്പോ ഒരു റെക്റ്റാങ്കിളിന്റെ ഹൈറ്റും ഇത് എന്താണ് വിത്തും ഈ ഒരു ഇത് വന്നില്ലേ, ഇത് 2 സൈഡ് വന്ന്. അപ്പൊ എന്താ, റെക്റ്റാങ്കിളിന്റെ ഇത് വരുമ്പോ ഈ സൈഡ് തന്നെ ഇപ്പുറത്തും വരും, ഈ സൈഡ് തന്നെ ഇവിടെയും വരും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ഇവിടം വരെ ഈ ഒരു ലെങ്ത് എടുത്തിട്ട് അതേപോലെ തന്നെ ആ കോമ്പസ് എടുക്കുക. ഇത് കോമ്പസ് വെച്ച് അളന്ന് വെച്ചിട്ട് ആ കോമ്പസ് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം. ഓക്കെ, എന്താണ്, ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ആർക്ക്. ഓക്കെ, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. അപ്പൊ എന്താ, ഇതിന്റെ നേരെ തന്നെ വരും. ഇനി ഇവിടെ കോമ്പസ് വെക്കുക, അവിടെയല്ല കോമ്പസ് വെക്കേണ്ടത്. എന്താണ്, ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇതിന്റെ ലെങ്ത് മെഷർ ചെയ്യുക. ഇവിടെ കോമ്പസ് വെച്ച് ഇതിന്റെ ലെങ്ത് ഈ ഒരു അളവ് തന്നെ എടുത്തോണ്ട് വന്നിട്ട് നേരെ അതുപോലെ തന്നെ ഇവിടെ കൊണ്ട് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇപ്പൊ ഇവിടെ കോമ്പസ് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ മറ്റേ ആ എൻഡ് കൊണ്ട് ഇവിടെ എന്താണ്, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് തമ്മിൽ സ്കെയിൽ വെച്ച് അങ്ങോട്ട് ജോയിൻ ചെയ്യിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ റിക്വയർഡ് റെക്റ്റാങ്കിൾ കിട്ടും. ഓക്കെ, കുറച്ച് ഞാനിപ്പോൾ ടൂൾസ് ഉപയോഗിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് കാണും. അപ്പൊ ഞാൻ പറഞ്ഞ വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ, ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. അപ്പൊ എന്താണ്, സെയിം ഏരിയ തന്നെയുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പൊ അതിന് ഞാൻ എന്താ ചെയ്യുന്നത്, അപ്പൊ നമുക്ക് എന്താണ് 5 സെന്റിമീറ്റർ ഹൈറ്റും 5 സെന്റിമീറ്റർ വിഡ്ത്തും 4 സെന്റിമീറ്റർ ഹൈറ്റും ഒക്കെയുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് വരച്ച്. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെയുള്ള സെയിം ഏരിയ ഉള്ള ഒരു സ്ക്വയർ വേണം അല്ലേ. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ,
ഒരു റെക്റ്റാങ്കിൾ. ഇപ്പൊ ഞാനിവിടെ റഫ് ഫിഗർ ആയിട്ട് തന്നെ വരയ്ക്കണം. നിങ്ങൾ കറക്റ്റ് സ്കെയിൽ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്താണ് ഇത് 5 സെന്റിമീറ്ററും ഇത് 4 സെന്റിമീറ്റർ ഹൈറ്റുള്ള റെക്റ്റാങ്കിൾ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ നമ്മൾ നേരത്തെ ചെയ്ത ഈ 4 സെന്റിമീറ്റർ തന്നെ ഇവിടെ തിരിച്ചിടുന്നതല്ലേ, അപ്പൊ ഇങ്ങോട്ട് ഞാൻ എന്ത് ചെയ്തു 4 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത്. ഓക്കെ, ഇവിടെ 4 സെന്റിമീറ്റർ, ഇത് സ്കെയിൽ വെച്ച് വേണം നിങ്ങളെല്ലാം ചെയ്യാൻ. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യാൻ. അപ്പൊ ഇത് 4 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടുന്ന് ഇപ്പൊ മൊത്തം എത്ര ലെങ്ത് 5 + 4 9 സെന്റിമീറ്റർ ഉണ്ട് അല്ലേ. ഈ ഒരു കോഡിന്റെ ലെങ്ത് എത്രയാണ്? ഇപ്പൊ സർക്കിൾ ഉണ്ടെങ്കിൽ ഈ കോഡിന്റെ ഇത് കോഡായിരിക്കും അല്ലേ, ഇതിന് ചുറ്റൊരു സർക്കിൾ ഉണ്ടെങ്കിൽ. അപ്പൊ ഇതൊരു റഫ് ഫിഗർ ആയിട്ട് കരുതിയാൽ മതി. ഓക്കെ, ഇത് 5 ഇത് 4 ആയിട്ട് കരുതുക. ഓക്കെ, ഈ 9 സെന്റിമീറ്റർ കോഡിന്റെ മിഡ് പോയിന്റ് എടുക്കുക. എന്താണ് മിഡ് പോയിന്റ്? മിഡ് പോയിന്റ് എന്താ വരും? 9ന്റെ മിഡ് പോയിന്റ് 4.5 വരും. 9/2 4.5 അല്ലെ. അപ്പം 4.5 അത് ഏകദേശം ഇവിടം വരെ 5 അല്ലെ. ഇവിടെ ഏകദേശം ഞാൻ ഇവിടെ എടുക്കുക 4.5. ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ് എന്ന് എടുക്കുക. ഓക്കെ, ഇത് മിഡ് പോയിന്റ് എടുത്തിട്ട് ഈ മിഡ് പോയിന്റ് എടുത്ത് നമ്മൾ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കണം. നമുക്ക് സർക്കിൾ മൊത്തം വേണമെന്നില്ല, ഒരു സെമി സർക്കിൾ വരച്ചാൽ മതി. ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്താ താഴത്തൂടെ ഒരു സെമി സർക്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ പൊക്കത്തൂടെ ഒരു സെമി സർക്കിൾ വരയ്ക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, താഴത്തൂടെ ഒരു സെമി സർക്കിൾ വരയ്ക്കാം. അപ്പം എങ്ങനെയാ, കോമ്പസ് ഉപയോഗിച്ച് വേണം. കോമ്പസ് ഇവിടെ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് ആ വരയ്ക്കുന്ന പെൻസിൽ വെച്ചിരിക്കുന്ന ഭാഗം വെച്ച് നിങ്ങൾ ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾ സെമി സർക്കിൾ വരയ്ക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് അളവൊന്നും കിട്ടത്തില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇനി നമുക്ക് ഇങ്ങോട്ട് ഈ മിഡ് പോയിന്റിൽ നിന്ന് നമുക്ക് നേരെ താഴോട്ട് എന്താണ് സ്കെയിൽ വെച്ച് നേരെ താഴോട്ട് വരയ്ക്കാം. പെർപെൻഡിക്കുലർ അല്ല, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഇത് നേരെ ഞാൻ താഴോട്ട് വരയ്ക്കുകയാണ്. നിങ്ങൾ സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും വരയ്ക്കാം. നേരെ താഴോട്ട് വരച്ചു. ഓക്കെ, ഇത് നേരെ താഴോട്ട് വരയ്ക്കുമ്പോൾ നോക്കിക്കേ, ഇത് നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡാണ്. സ്ക്വയറിന്റെ ഒരു സൈഡ്. അപ്പൊ ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് തന്നെ, അപ്പൊ എന്താണ് ഞാനിത് മെഷർ ചെയ്യണം. അപ്പൊ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇങ്ങനെ മെഷറിങ്ങിന്റെ മിക്കതിനും എന്താണ് ഈ കോമ്പസ് ഇങ്ങനെ മെഷർ ചെയ്യാം. അപ്പൊ കോമ്പസ് ഇവിടെ ആ പോയിന്റിലെ ടിപ്പ് എടുത്ത് ഇവിടെ വെച്ചിട്ട് പെൻസിലിന്റെ ഭാഗം ഇവിടെ വെക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു ലെങ്ത് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ എടുത്ത് എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാ, ഇവിടുന്ന് ഈ ഒരു ലെങ്ത് എടുത്തില്ലേ നമ്മൾ കോമ്പസിൽ നിന്ന്, ഈ കോമ്പസിൽ നിന്ന് നമ്മൾ ഈ ലെങ്ത് എടുത്തിട്ട് എന്താ അതേ ലെങ്ത്തിൽ തന്നെ ആ പെൻസിലിന്റെ ഭാഗം കൊണ്ട് എന്താണ് ഈ ഒരു ഭാഗം കൊണ്ട് ഞാൻ എന്താണ് ഇവിടെ മാർക്ക് ചെയ്യും. അപ്പൊ ഏകദേശം ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഈ ഒരു ലെങ്ത് എന്താണ് ഈ ഒരു ലെങ്ത് ആയിട്ട് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മൾ ആ ആർക്ക് വരയ്ക്കണം കോമ്പസ് വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കോമ്പസ് വെക്കുക. ഇതേപോലെ തന്നെ പോയിന്റ് വെച്ചിട്ട് ആ സെയിം ലെങ്ത്തിൽ തന്നെ ഇല്ലേ, ഇവിടെ ഉണ്ടായിരുന്ന ഇതേ ലെങ്ത്തിൽ തന്നെ ആ കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. പിന്നെ ഈ സൈഡ് ഇതാണല്ലോ നമ്മുടെ അടുത്ത സൈഡ് നിൽക്കുന്നത് സ്ക്വയറിന്റെ, ഇവിടുന്ന് കോമ്പസ് വെച്ചിട്ട് ഇവിടുത്തെ ഈ ലെങ്ത്തിൽ തന്നെ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് എന്താണ് ഇത് നമ്മൾ ജോയിൻ ചെയ്യണം. ഇപ്പൊ എനിക്ക് കോമ്പസ് ഇല്ലാത്ത കൊണ്ട് എന്തായി, ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ കറക്റ്റ് ആർക്സ് എനിക്ക് ഇവിടെ വരില്ല. എന്താ ഇവിടെ ഏകദേശം ആർക്ക് വരും, ഇതിന്റെ നേരെ തന്നെ നമുക്ക് ആർക്ക് വരും. കോമ്പസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ നേരെ തന്നെ ആർക്സ് വരും. എന്നിട്ട് നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഒരു സ്ക്വയർ കിട്ടും. നമുക്ക് ആ റെക്റ്റാങ്കിളിന്റെ ഏരിയയിൽ തന്നെയുള്ള അതേ ഏരിയയിൽ ആ വാല്യൂവിൽ തന്നെയുള്ള ഒരു സ്ക്വയർ കിട്ടും. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ എന്താ, അതുമായിട്ടുള്ള ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ ആയിട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ടൂൾസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ എന്താണ് ഏത് ടൂൾ വേണമെന്ന് ഓരോ ടൈമിലും ഞാൻ പറഞ്ഞു, അത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ആ ഡയറക്ഷൻസ് നോക്കി നിങ്ങൾ ചെയ്യുക. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും. ഇതെന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങളിത് നല്ലോണം പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അപ്പൊ എന്താണ്
നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കണം. ആ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കണം? 15 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആയിരിക്കണം. അപ്പൊ നോക്കിക്കാം, നമ്മുടെ മറ്റ് തിയറൊക്കെ വെച്ചിട്ട് ആദ്യം ഒരു സർക്കിൾ ഉണ്ടെന്ന് വെക്കുക, 2 കോഡ്സ്. അപ്പൊ ഈ കോഡിന്റെ ഇത് എയും ഇത് ബിയും എന്ന് കരുതുക, 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലേ. അപ്പൊ ഈ 2 പാർട്സ് ഇതിപ്പോ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് സി സ്ക്വയർ എന്നാ അല്ലേ. ഇപ്പം ഇത് ഞാൻ ഇതായിട്ടല്ല വരച്ചത്, നമ്മുടെ ഡയമീറ്റർ കേസ് എടുക്കാം. ഡയമീറ്റർ ആയിട്ടല്ല, ഞാൻ ഡയമീറ്റർ കേസാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് നമ്മുടെ സർക്കിൾ, ഇത് സെന്റർ, ഇതിലേക്കൂടെ പോകുന്ന കോഡ്. ഓക്കെ, എന്നിട്ട് എന്താണ്, ഒരു പെർപെൻഡിക്കുലർ കോഡ് ഇങ്ങനെ പോയി. എന്നിട്ട് എന്താ, ഇത് 2 പാർട്ടായി, എയും ബിയും. ഇതെന്താണ്? സി സ്ക്വയർ അല്ലേ. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി എന്നല്ലേ നമ്മൾ പഠിച്ചേ. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. അപ്പോ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ സി എന്തായിരിക്കും? റൂട്ട് എ ബി അല്ലെ. ഈ സി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതായിരുന്നു അല്ലെ. ഇവിടം തൊട്ട് ഇവിടം വരെ ആയിരുന്നു സി സ്ക്വയർ, ഈ ഒരു കോഡ്. അപ്പം എന്നാ നമ്മുടെ സി എന്താണ്? സി ഇൻറ്റു സി അല്ലെ. സി ഇൻറ്റു സി, സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സി എന്ന് പറയുമ്പോൾ നമുക്ക് റൂട്ട് എ ബി എന്ന് കിട്ടും. അപ്പൊ എനിക്ക് ഇവിടെ ഈ ഒരു ഇത്രയും ഭാഗം മാത്രം എനിക്ക് എന്തെഴുതാം? റൂട്ട് എ ബി എന്നാണ്. ഈ സി സ്ക്വയർ എനിക്ക് മൊത്തത്തിലാ, ഈ വലിയ കോഡാ. അപ്പം ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഇന്റർസെക്ഷൻ വരെയുള്ളത് എത്രയാ? റൂട്ട് എ ബി എന്ന് എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ റൂട്ട് എ ബിനെയാണ് നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡായിട്ട് എടുക്കുന്നത്. ഓക്കെ, സ്ക്വയറിന്റെ ഒരു സൈഡായിട്ട് റൂട്ട് എ ബിനെ എടുക്കും. അപ്പം റൂട്ട് എ ബിനെ എടുക്കുമ്പോൾ നോക്കിക്കേ, നമുക്ക് എയും ബിയും വേണം. അപ്പം പറഞ്ഞിരിക്കുന്നത് എന്താ? ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ എങ്ങനെയാ? സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ, എക്സ് ആണ് സൈഡ് എങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയും അല്ലേ. ഇപ്പം ഒരു സൈഡ് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കണം? റൂട്ട് എ ബി എന്നാ. അപ്പം റൂട്ട് എ ബി സ്ക്വയർ, എ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ? റൂട്ട് എ ബി ദ ഹോൾ സ്ക്വയർ എ ബി എന്ന് വരും അല്ലേ. അപ്പൊ എയും ബിയും സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ 15 കിട്ടണം. ഓക്കെ, 15 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് കിട്ടണം. അപ്പൊ എങ്ങനെയൊക്കെ കിട്ടുക? ഒന്ന് 1 ഇൻറ്റു 15 15 ആയിരിക്കും. പിന്നെ എത്രയാണ്? 5 ഇൻറ്റു 3 എന്താണ്? അതും 15 കിട്ടും അല്ലേ. അപ്പൊ 5 ഇൻറ്റു 3 15. അപ്പൊ റൂട്ട് 15 ഇവിടെ നമുക്ക് എന്താണ്? റൂട്ട് എ ബി അല്ലേ. അപ്പൊ റൂട്ട് ഓഫ് 5 ഇൻറ്റു 3 എന്ന് എടുക്കാം അല്ലേ. റൂട്ട് ഓഫ് 5 ഇൻറ്റു 3 എന്താണ്? നമ്മുടെ സി ആയിട്ട് കിട്ടുന്നത് അല്ലേ. നമ്മുടെ റൂട്ട് എ ബി വെറും എ ഇൻറ്റു ബി ആണ് നമ്മൾ 15 ആയിട്ട് എടുത്തത് അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എയും ബിയും കണ്ടുപിടിച്ചു. അപ്പൊ ഈ 1ഉം 15 ഞാൻ എന്താ കളഞ്ഞത്? ഞാൻ 5ഉം 3 എടുക്കാൻ കാരണം എന്താ? ഈ 1ഉം 15ഉം ഈ 1 വളരെ ചെറുതല്ല, അതുകൊണ്ടാണ് ഞാൻ അതങ്ങോട്ട് കളഞ്ഞത്. ഞാൻ എന്താ 5ഉം 3 എടുത്തു. ഓക്കെ, അപ്പൊ 5 ഇൻറ്റു 3. അപ്പൊ റൂട്ട് ഓഫ് 5 ഇൻറ്റു 3 എത്രയാ നമുക്ക് കിട്ടുക? റൂട്ട് 15 കിട്ടും. കണ്ടോ? അപ്പൊ നമുക്ക് എന്താണ്? സീന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 15 കിട്ടും. കാരണം ഇവിടെ നമ്മൾ ഇത്രയല്ലേ നമ്മൾ സി എന്ന് പറഞ്ഞത്, ഇത് ഇത്രയും നമ്മൾ സി എന്നാ പറഞ്ഞത് അല്ലേ. സി ഇസ് ഈക്വൽ ടു റൂട്ട് എ ബി ആ. അപ്പൊ സി നമുക്ക് റൂട്ട് എ ബി ആണെങ്കിൽ എന്താ? നമുക്ക് എ ഇൻറ്റു ബി, റൂട്ട് എ ഇൻറ്റു ബി, എ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? റൂട്ട് 15 കിട്ടി. അപ്പൊ സി എത്രയാ? സി ഇസ് ഈക്വൽ ടു റൂട്ട് 15. അപ്പൊ ഇത് എത്രയാ? ഇത് റൂട്ട് 15. അത് എങ്ങനെയാ? എയും ബിയുടെയും വാല്യൂസ് എന്താണ് എനിക്ക് എടുക്കാൻ പറ്റിയത്? എയും ബി എന്ന് പറയുന്നത് 5ഉം 3ഉം. ഓക്കെ, 5ഉം 3ഉം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? 5ഉം 3ഉം ആ ഒരു പോർഷനിൽ കോഡ് ആദ്യം വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതെങ്ങനെയാ? ഇവിടം വരെ 5ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3ഉം. ഓക്കെ, ഇപ്പൊ 5 + 3 8 സെന്റിമീറ്റർ ഉണ്ട്. ഈ 8 സെന്റിമീറ്റർ മിഡ് പോയിന്റ് എന്ത് വരും? ഇപ്പൊ ഇത്രയും 5 ആണെങ്കിൽ നമ്മുടെ 4 വരും. 8ന്റെ
4 വരും. 4 നമ്മുടെ മിഡ് പോയിന്റ് ആയിട്ട് വരും. ഇത് 4 ആണെന്ന് വരും. എന്നിട്ട് ഈ മിഡ് പോയിന്റ് വെച്ചിട്ട് എന്താണ്, ഇനി നമ്മൾ കോമ്പസ് ഇവിടെ വെച്ചിട്ട് എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെയിം ആണല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെയിം. ഇപ്പൊ ഞാൻ ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു ആർക്ക് വരച്ചു, ഒരു സെമി സർക്കിൾ എന്ന് പറയാം. ഈ സെമി സർക്കിൾ വരച്ചിട്ട് ഞാൻ ഈ മിഡ് പോയിന്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ആർക്ക് വരച്ചത് അല്ലേ? ഓക്കെ. നമ്മൾ എന്നിട്ട് ഈ ഒരു പോയിന്റ് എടുത്തിട്ട് എന്താണ്, ഈ പോയിന്റിന് നേരെ എന്താണ് ഈ സെമി സർക്കിളിന് ഇവിടെ മുട്ടണ രീതിയിലൊരു പെർപെൻഡിക്കുലർ സ്കെയിൽ വെച്ച് വേണേ വരയ്ക്കാൻ. ഞാൻ വരയ്ക്കുമ്പോൾ ഇത് വളഞ്ഞു. ഓക്കെ, സ്കെയിൽ വെച്ച് വരയ്ക്കാം, നേരെ ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് സ്ട്രെയിറ്റ് ആയിരിക്കണേ, നേരെ വരയ്ക്കാം. അപ്പൊ എന്താണ്, ഇതാണ് നമ്മുടെ സ്ക്വയറിന്റെ സൈഡ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്വയറിന്റെ സൈഡ്. ഇതാണ് നമുക്ക് എന്താണ്, ഇത് നമ്മുടെ √15 ആയിട്ട് വരും. ഓക്കെ, എന്താണ് √15. ഓക്കെ, ഇനി ഈ ലെങ്ത് നിങ്ങൾ കോമ്പസ് വെച്ച് എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. കോമ്പസ് പോയിന്റ് വെക്കുക, ഇത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് എന്താ, അതേ കോമ്പസ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ ആർക്ക് വരയ്ക്കാം. അപ്പൊ ഇവിടെ ആർക്ക് വരുമ്പം അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കുറച്ച് നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ചാൽ മതി. എന്നിട്ട് ഇവിടെ പോയിന്റ് ചെയ്ത് ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ് തന്നെ നിങ്ങൾ നോക്കുക. എന്നിട്ട് ഈ കോമ്പസ് വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ് തന്നെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, അതേ കോമ്പസ് അതേ ഇതിൽ തന്നെ ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ, ഇനി ആ പോയിന്റിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾ ഇവിടെ ആ സെയിം മെഷർമെന്റിൽ തന്നെ ഇവിടെ നിന്ന് കോമ്പസ് വെച്ച് ഇവിടെ എന്താണ് ആർക്ക് വരയ്ക്കുക. അത് വേണമെന്നില്ല, നമുക്ക് ഇവിടെ പോയിന്റ് കിട്ടിയല്ലോ, ഈ ഒരു ഇതെവിടെ കട്ടായി, ഈ ഒരു പോയിന്റില്ല, അത് വേണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു പോയിന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇതിങ്ങനെ ജോയിൻ ചെയ്യിക്കുക സ്കെയിൽ വെച്ചിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സ്ക്വയർ കിട്ടും. ഇതും √15, ഇതും √15 അല്ലേ? ഇത്രയും എന്താണ്, ഇത്രയും √15, ഇതും √15. ഓക്കെ, ഇതാണ് നമ്മുടെ റിക്വയർഡ് സ്ക്വയർ. അപ്പൊ ഇത് എളുപ്പമല്ലേ? ആദ്യം എന്ത് ചെയ്തു, നമ്മള് എന്താണ് ആദ്യം നമ്മുടെ ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മുടെ തിയറംസ് വെച്ച് നമ്മൾ ആ രണ്ട് കോഡ്സ് അല്ലെ, ഡയമീറ്ററിൽ കൂടെ പോകുന്ന രണ്ട് കോഡ്സിന്റെ ഇത് സെന്ററിൽ കൂടെ പാസ് ചെയ്യണം. അതെ, ആ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് തിയറി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത് രണ്ട് കോഡ്സ് കൺസിഡർ ചെയ്ത്, അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ ബേസ് വെക്കുക. അപ്പൊ ഞാൻ അതെന്താ രണ്ട് പാർട്സ് ആക്കുക ആ ഡയമീറ്ററിനെ അല്ലേ, ആ പെർപെൻഡിക്കുലർ കോഡ് എയും ബിയും. ഇത് നമ്മൾ തിയറത്തിൽ പഠിച്ചതാ. അപ്പൊ എയും ബിയും മാറ്റി. അപ്പൊ എന്താ, ഈ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ പഠിച്ച അതിന് മുന്നുള്ള സ്റ്റേറ്റ്മെന്റ് 1 വെച്ച് തിയറം 1 വെച്ച് എന്താ, ഇപ്പൊ രണ്ട് കോഡ്സിന് തമ്മിൽ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ ഓരോ കോഡും രണ്ട് പാർട്സ് ആവണമെങ്കിൽ ആ പാർട്സിന്റെ പ്രോഡക്ട്സ് തമ്മിൽ എന്താണ് ഈക്വൽ ആയിരിക്കും. അപ്പൊ A × B = C × C. ഇത്രയും C ഇതും C ആ. ഇതിങ്ങനെ ഹാഫ് ആക്കുമല്ലോ, ഇത് ഡയമീറ്റർ അല്ലേ അങ്ങ് പോകണം. അപ്പൊ ഇത് രണ്ടും ഹാഫ് ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഇതും C ഇതും C ആയിട്ട് വരും. അപ്പൊ C × C C² എന്ന് വരും. അപ്പൊ ഇത്രയും C² ആണെങ്കിൽ ഇത് മാത്രം എന്താണ് C. അപ്പൊ C എന്ന് പറയുന്നത് എന്താ, ഇത് നമ്മൾ പറഞ്ഞു A × B ആണ് എന്ത് C² എന്ന്. അപ്പൊ C എന്താവും √AB. അപ്പൊ എന്താ, ഞാൻ സിയുടെ സ്ഥാനത്ത് √AB എന്ന് എഴുതി. √AB കിട്ടാനുള്ള എന്താ ചാൻസ്, എയും ബിക്കും നമ്മൾ ആ വാല്യൂസ് കൊടുത്ത്. ഏരിയ നമുക്ക് എന്താ 15 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ സ്ക്വയറിന്റെ സൈഡ് ഞാൻ √AB എന്ന് എടുക്കുവാണെങ്കിൽ എന്താണ്, √AB എന്ന് പറയുന്ന √AB ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഏരിയ എന്താ x². അപ്പൊ ഒരു സൈഡ് √AB ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, എനിക്ക് 15 കിട്ടും. ഓക്കെ, അപ്പൊ AB = 15 ആകും. അതിൽ നിന്ന് നമ്മൾ പോസിബിലിറ്റീസ് നോക്കി A × B എങ്ങനെ 15 കിട്ടാന്ന്. അപ്പൊ 15 കിട്ടാനുള്ള ചാൻസ് എന്താ, 1 × 15 15 ഉണ്ട്, 5 × 3 15 ഉണ്ട്, രണ്ട് വാല്യൂസ്. അപ്പൊ 1 ഭയങ്കര ചെറുതായതുകൊണ്ട് നമ്മൾ ഇതിനെ കളഞ്ഞിട്ട് 5 × 3 15 എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ 5ഉം 3ഉം വെച്ചിട്ട് നമ്മൾ എന്താ ഒരു ലൈൻ വരച്ചു അല്ലേ. 5ഉം 3ഉം 15 ലൈൻ വരയ്ക്കുന്നതിന് മുന്നേ എന്താ നമ്മൾ ഇവിടെ ഇട്ട് നോക്കി അല്ലെ, √5 × 3 ആണ് √15 എന്നൊക്കെ കണ്ടുപിടിച്ചു അല്ലെ. C എന്ന് പറയുന്നത് √15 ആകും. അത് നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ C ഒരു സൈഡ് എന്ത് കിട്ടും, നമുക്ക് √15 കിട്ടുമെന്ന് മനസ്സിലായി. ഇനി ഇപ്പൊ ഒരു സൈഡിന്റെ ലെങ്ത് √15. അപ്പോ
നോക്കിക്കേ, ആ 5ഉം 3ഉം വെച്ച് ഞാനൊരു ലൈൻ വരച്ചു. 5 ആയിട്ടും 3 ആയിട്ടും ഞാൻ തിരിച്ചിട്ടുള്ള ലൈൻ. എന്നിട്ട് എന്ത് ചെയ്തു, മൊത്തം നമുക്ക് 8 സെന്റിമീറ്റർ. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല അല്ലെ, നമുക്ക് അതിന്റെ മിഡ് പോയിന്റ് 4 അപ്പൊ ഞാൻ 4 സ്കെയിൽ വെച്ച് നിങ്ങൾ നോക്കി 4 മാർക്ക് ചെയ്താണ് അവിടെ നിങ്ങൾ മിഡ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് കോമ്പസ് വെച്ചിട്ട് അത് മിഡ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇവിടെ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഈ സെമി സർക്കിൾ വരച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ഇവിടെ 2 ആക്കിയില്ലായിരുന്നു നമ്മുടെ കോർഡിനെ, ആ ലൈനിനെ, ആ 2 ആക്കിയ ആ പോയിന്റിൽ നിന്ന് നേരെ സെമി സർക്കിൾക്ക് മുട്ടുന്ന രീതിയിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്ത് ആ ലെങ്ത് വെച്ചിട്ട് എന്താണ്, കോമ്പസ് വെച്ച് ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ എന്താ, ഇവിടെ ആ കോമ്പസ് വെച്ചിട്ട് ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ ആ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സിലും എല്ലാ കോർണേഴ്സും കിട്ടി. എന്നിട്ട് പിന്നെ എന്താ, ജോയിൻ ചെയ്ത് നമുക്ക് നമ്മുടെ റിക്വയർഡ് സ്ക്വയർ കിട്ടി. ഇതിന്റെ ഏരിയ ഇപ്പൊ എന്താവും, 15 സെന്റിമീറ്റർ സ്ക്വയർ ആവും അല്ലെ. ഓരോ സൈഡും എന്താ, √15 അല്ലെ. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ √15 നമ്മൾ പറഞ്ഞു. അപ്പൊ അത് തന്നെയല്ലേ എല്ലാത്തിലും നമ്മൾ മെഷർ ചെയ്ത് വരച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഇൻ 3 ഡിഫറെന്റ് വേസ്. അപ്പൊ 3 ഡിഫറെന്റ് വേസിൽ നമ്മൾ എന്താണ് ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു. അതിന്റെ ഏരിയ എന്തായിരിക്കണം, 5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ഒന്നെന്താ നമ്മുടെ ഇപ്പോഴത്തെ ആ നോർമൽ രീതി അല്ലേ. അപ്പൊ 5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് കിട്ടാൻ എന്ത് ചെയ്യണം, അപ്പൊ ഇതാണ് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഇത് സെന്റർ, ഈ ഡയാമീറ്റർ, ഇതിലെ കൂടെ ഒരു പെർപെൻഡിക്കുലർ കോഡ് പോകുന്നു അല്ലേ. കോഡ് പോകുമ്പോൾ ഇത് എയും ഇത് ബിയും ആയിട്ട് പോകും. ഇവിടെ എന്താ, സി = √AB എന്ന് വരും. ഓക്കെ, ഇത്രയും എന്താണ്, ഇത് ഇത്രയും സി സ്ക്വയറാ, പക്ഷെ ഇവിടെ ഈ ഒരു പാർട്ട് മാത്രം എന്താവും, സി = √AB എന്നാവും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് എന്ന ഏരിയ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ എക്സ് ആണ് ഒരു സൈഡെങ്കിൽ x² = 5 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്, √5 എന്ന് വരും. ഓക്കെ, √5 എന്ന് വരും. ഇനി ഈ √5 വരണമെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത്, അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ സ്ക്വയർ, x² = 5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എനിക്ക് കിട്ടണം. അതിലെങ്ങനെയൊക്കെയാ വരിക, ഒന്ന് 5 × 1 = 5 എന്നുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ എനിക്ക് സി = √AB എന്നല്ലേ. അപ്പൊ ഇവിടുത്തെ ഒരു സൈഡ് ഞാൻ എന്തായിട്ട് എടുത്തിരിക്കണം, സി എന്നാ. കൺഫ്യൂസ്ഡ് ആവല്ലേ, ഇതെന്താണ്, ഇത് സി, ഇതാണ് നമ്മുടെ സ്ക്വയറിന്റെ സൈഡായിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പൊ ഏരിയ എങ്ങനെ, നമ്മൾ സൈഡിന്റെ സൈഡാണ് നമ്മൾ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് സി ആണെങ്കിൽ c² = എന്ത് കിട്ടണം, നമുക്ക് 5 എന്ന് കിട്ടണം. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ നമുക്ക് സി എന്ന് പറഞ്ഞാൽ എന്താ, √AB, √AB² ആണ് നമുക്ക് 5 എന്ന് വരിക. അപ്പൊ എന്താ, AB = 5 എന്ന് കിട്ടണം. AB = 5 വരാനുള്ള ചാൻസസ് ഏതൊക്കെയാ, ഒന്ന് 1 × 5 = 5 എന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ആ പോസിബിലിറ്റി എടുക്കാം, 5 × 1 = 5. അപ്പൊ എന്താ, നമ്മുടെ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഞാൻ എന്താ 5ഉം 5 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും കൂട്ടിയുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടം വരെ 5ഉം ഇത് 1 സെന്റിമീറ്റർ എന്നും കരുതുക. ഓക്കെ, നിങ്ങൾ സ്കെയിൽ വെച്ച് വേണം വരയ്ക്കാൻ. ഞാനിപ്പോ എന്താണ് റഫായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇതിൻ്റെ അകത്ത് മെഷർമെന്റ്സിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് 1 സെന്റിമീറ്റർ ഇത്രയും വേണമെന്നില്ല, ഇത്ര എടുക്കാം 1 സെന്റിമീറ്റർ. ഇത് 5ഉം 1ഉം ആയിട്ട് തിരിച്ചു. ഇനി നോക്കിക്കേ, ഇതിന്റെ മിഡ് പോയിന്റ്, ഇത് മൊത്തം 6 സെന്റിമീറ്ററാ അല്ലേ, 6 സെന്റിമീറ്റർ. അപ്പൊ 6 സെന്റിമീറ്റർ ആകുമ്പം എന്ത് ചെയ്യണം, ഞാൻ ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കാം. ഇപ്പൊ എത്ര വരും, ഈ 3ന്റെ അവിടെ പോയി ഞാൻ മിഡ് പോയിന്റ് എടുക്കാം. ഇത് 5 സെന്റിമീറ്റർ ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇവിടെ ഞാൻ മിഡ് പോയിന്റ് ആയിട്ട് എടുത്തു. അപ്പൊ മൊത്തം 6 സെന്റിമീറ്റർ ഉണ്ട്, അതിന്റെ മിഡ് പോയിന്റ് 3യുടെ അവിടെ വരും അല്ലേ. അപ്പൊ അതെ, നമ്മൾ 3യുടെ ഇവിടെ കൊണ്ടുപോയി ഇതെടുത്ത്, ഇപ്പം 0 1 2 3 4 5 6 അങ്ങനെ പോകും. അപ്പൊ 3യുടെ അവിടെ കൊണ്ടു വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ മിഡ് പോയിന്റിന്റെ ഇവിടുന്ന് ഒരു സെമി സർക്കിൾ വരയ്ക്കും അല്ലെ. കോമ്പസ് വെച്ചിട്ട് നിങ്ങൾ സെമി സർക്കിൾ വരയ്ക്കണം.
ഓക്കെ, ഇവിടെ മുട്ടുക. നിങ്ങൾ കറക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുവേ, റൂളറൊക്കെ വെച്ച്. അപ്പം ഒരു സെമി സർക്കിൾ വരച്ചു. പിന്നെ നമ്മൾ എവിടെയാണ് 1 സെന്റിമീറ്റർ ഞാൻ ഇവിടെ ആയിരുന്നു അല്ലെ, ഇവിടം വരെ 5 സെന്റിമീറ്ററിന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത്, ഈ പോയിന്റിൽ നിന്ന് നേരെ ഞാൻ എന്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച്. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് വേണം ആ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ. ഓക്കെ, ഒരു പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് ഈ ലെങ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കോമ്പസ് വെച്ച് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടുന്ന് മെഷർ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ ഒരു ആർക്ക് വരയ്ക്കാം. അപ്പൊ അത് എന്ത് ചെയ്യണം, ഇവിടെ വെളിയിലല്ല നിൽക്കുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ മതി. ഓക്കെ, സ്കെയിൽ വെച്ച് അങ്ങോട്ട് നീട്ടി വരച്ചാൽ മതി. ഇപ്പൊ എന്താ, നമുക്ക് ഇവിടം വരെയുള്ള ലെങ്ത് കിട്ടി. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ആ സെയിം മെഷർമെന്റിൽ തന്നെ എന്താ, ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഈ പോയിന്റിൽ വെച്ചിട്ട് ആ സെയിം മെഷർമെന്റിൽ തന്നെ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യിക്കുക. അപ്പൊ നമ്മുടെ സ്ക്വയർ കിട്ടും. ഇതാണ് ഒരു വേ. നമ്മളോട് 3 വേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു സൈഡ് എന്താ വരിക, നമുക്ക് ഒരു സൈഡ് √5 എന്ന് വരും അല്ലെ. √AB എന്നും പറഞ്ഞ് നമ്മളിവിടെ എന്താണ് √5 എന്നല്ലേ എടുത്തേ. x² c² 5 ആണെങ്കിൽ c √5 എന്ന് വരും. ആ √5 ആണ് എന്ത്, ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സ്ക്വയറിന്റെ സൈഡ് √5 എന്ന് കിട്ടി. ഇനി അടുത്ത വേ എന്ന് പറയുന്നത് എന്താണ്, പൈതഗോറസ് തിയറം. ഇവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്, പൈതഗോറസ് തിയറം വെച്ച് ചെയ്യാം. അപ്പൊ ഞാൻ അത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അടുത്ത വേ. ഇപ്പൊ എന്താ, ഇപ്പൊ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ നമ്മൾ √5 അല്ലേ, ആ √5 ഞാൻ ഈ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് എടുത്തു. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ എന്താണ്, 5 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ c × c √5 അല്ലേ, സോറി c × c 5. അപ്പൊ c √5 എന്ന് വരും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആ √5നെ, ആ ഒരു സൈഡിനെ ഞാൻ എന്താണ്, സ്ക്വയറിന്റെ ഒരു സൈഡ് എന്താ ഈ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ട് അത് √5 എന്ന് കൊടുത്തു. ഇനി നോക്കിക്കേ, നമ്മുടെ പൈതഗോറസ് തിയറം പറയണത് ഇതിപ്പോ ഇത് എയും ഇത് എയും ഇത് ബിയും എന്ന് വെക്കാം. അപ്പം a² + b² = √5 the whole square. അപ്പൊ എന്താ, a² + b² = 5 എന്ന് വരും. √5 the whole square 5 ആകും. അപ്പം എങ്ങനെയാ നമുക്ക് എടുക്കാൻ പറ്റുക, a² + b². അപ്പൊ 2 സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ 5 കിട്ടണം അല്ലെ. അപ്പൊ നമുക്കറിയാം 1² = 1, 2² = 4, 3² = 6 അല്ലെ. ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, 4 + 1 5 അല്ലേ. ഇപ്പൊ അപ്പൊ ഞാൻ ഇവിടെ നോക്കിയാൽ 1² + 2² എടുക്കുവാണെങ്കിൽ എന്താ, 1² 1 എന്ന് വരും, 2² 4 എന്ന് വരും. അവിടെ എനിക്ക് എന്താ 5 കിട്ടും. അപ്പൊ ഞാൻ എന്താ ഈ ഒരു പോസിബിലിറ്റി എടുക്കും. ഓക്കെ, ഒരു പോസിബിലിറ്റി എടുക്കും. നമുക്ക് ഇന്നത് തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഓക്കെ, അങ്ങനെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടീഷൻസ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 1 ഉം 4 ഉം എടുത്ത്. അപ്പൊ ഇവിടെ എന്താണ്, a = 1 എന്നും b = 4 എന്നും എടുത്ത്. ഓക്കെ, നമുക്കപ്പം ഇത്രയും കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ ട്രയാങ്കിളിനെ ഞാൻ അതെ നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് b = 2 ആ ഒരു ലെങ്ത്തിൽ എന്താണ് നമ്മുടെ a = 1 എന്നും വരും അല്ലേ. a = 1 ഉം b = 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കണം. സോറി, അതന്നെ a = 1 ഉം b = 2 എന്നും. അപ്പം ഇവിടെ ഞാൻ വരച്ചപ്പോൾ കുറച്ച് ലെങ്ത്തിന്റെ വ്യത്യാസമുണ്ട്. നമുക്ക് ഈ 1 എന്ന് പറയുമ്പോൾ ഇത്രയും വരില്ല. ഓക്കെ, ഇത്രയും നമുക്ക് 1 വരില്ല, ഇത് ഇവിടം വരെ വരുള്ളൂ. ഓക്കെ, ഇവിടം വരെ 2 വരുള്ളൂ. ഇവിടം വരെ 2. അപ്പം ഇത്രയും മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ 2 എൻഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. അപ്പം എന്താ, നമുക്ക് എന്താണ് ഒരു ട്രയാങ്കിൾ കിട്ടും. എന്നിട്ട് ഇതെല്ലാം നമ്മൾ വായിച്ചു തരാം. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ മതി. അളവെടുത്തിട്ട് ബേസ് 2 സെന്റിമീറ്ററും
ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ വെച്ച് നിങ്ങൾ സെറ്റ് സ്ക്വയർ വെച്ച് കണക്ട് ചെയ്ത് വെക്കാം. അപ്പം എന്താ, നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടും. ഇനി നോക്കിക്കേ, ഈ ട്രയാങ്കിളിൻ്റെ ഈ 2 സൈഡ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ സൈഡ് എന്താണ് നമ്മുടെ ഇത് √5 എന്ന് വരും അല്ലേ? ഇതെന്താണ്? √5. ഈ ഹൈപ്പോട്ടിന്യൂസ് √5 എന്ന് വരും. ഇനി നോക്കിക്കേ, ഇതിൽ നിന്ന് ഞാൻ ഈ 2 ഹൈപ്പോട്ടിന്യൂസിൻ്റെ ഈ 2 സൈഡില്ലേ, ഇത് മെഷർ ചെയ്യുക. കോമ്പസ് വെച്ചിട്ട് ഇത് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെയും വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇനി ഇവിടെ കോമ്പസ് വെച്ച് ഇവിടെ ഒരു ആർക്ക് വെച്ചു അല്ലെ? ഈ ഒരു ലെങ്ത്തിൽ തന്നെ ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഈ ഒരു ലെങ്ത്തിൽ തന്നെ ഇവിടെ ഒരു ആർക്ക് വെച്ചു. പക്ഷെ നമുക്ക് എന്താ പോയിന്റ് കിട്ടുന്നില്ല. അതിനെന്താ ചെയ്തത്? സെറ്റ് സ്ക്വയർ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ? സോറി, പ്രൊട്രാക്ടർ അല്ല, സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇതിവിടെ കൊണ്ടുവന്ന് ഈ ഒരു പോർഷൻ ഇല്ലേ, ഈ ഒരു പോർഷൻ ഹൈപ്പോട്ടിന്യൂസ് പോർഷൻ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ഈ സെറ്റ് സ്ക്വയർ തിരിച്ചു വെച്ചിട്ട് എന്താ ഇങ്ങനെ വെച്ച് ഇവിടെ വെച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ പോയിന്റ്സ് എന്താണ്, ആ ആർക്സ് അവിടെ മുട്ടുന്നത് നമുക്ക് കാണാൻ പറ്റി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ, നമ്മുടെ റിക്വയർഡ് സ്ക്വയർ കിട്ടും. ഇത് നമ്മുടെ ഒരു വേ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? പൈതഗോറസ് തിയറം വെച്ചു അല്ലേ? പൈതഗോറസ് തിയറത്തിൽ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ, ആ ഒരു തിയറം എടുത്തു. അപ്പൊ നമുക്കറിയാം എന്താണ്, ഡയമീറ്ററിൽ കൂടെ പോകുന്ന ഒരു ലെങ്ത്, ഇതെന്താണ്, ആ ഒരു കോഡ്, അതിനൊരു പെർപെൻഡിക്കുലർ കോഡ് ഡിവൈഡ് ചെയ്യും. ആ ഒരു തിയറം നിങ്ങൾ ആലോചിക്കുക. അപ്പൊ എന്താ, എയും ബിയും, എ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ഇത് ഇത്രയും സി ആണെങ്കിൽ സി ഇൻറ്റു സി ആയിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സി എന്ന് വെച്ചാൽ എന്താ, സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി എന്നാവും അല്ല? ഇത് ഡയമീറ്റർ ആണ് ഈ കോഡിനെ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താ, ഹാഫ് ആയിട്ടേ കട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സി ഇൻറ്റു സി എന്നിട്ട്. ഇനി അപ്പം സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി എന്നായിരുന്നല്ലോ. അപ്പൊ എ ബി √AB എന്ന് പറയുന്നത് എന്താ, സി ആവും അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ സി എന്ന് പറയുന്നതിന് √AB എന്ന് കൊടുത്തു. ആ √AB ആണ് നമ്മൾ എന്താ, സ്ക്വയറിന്റെ ഒരു സൈഡായിട്ട് എടുത്തു. എന്നിട്ട് എന്താണ്, ഒരു സൈഡ് ഇപ്പൊ √AB എന്ന് പറഞ്ഞ സ്ക്വയറിന്റെ ഒരു സൈഡ് ആണെങ്കിൽ എന്താ, അപ്പൊ സൈഡ് ഇൻറ്റു സൈഡ് ഏരിയ അല്ലേ? അപ്പൊ √AB ഇൻറ്റു √AB സൈഡ് ഇൻറ്റു സൈഡ് ഇസ് ഈക്വൽ ടു 15 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് എന്ന് കിട്ടും അല്ലെ? അതാണ് ഏരിയ ആയിട്ട് തന്നിരിക്കണം. അപ്പൊ എന്താണ്, നമുക്ക് AB ഇസ് ഈക്വൽ ടു 15 കിട്ടും അല്ലെ? AB ഇസ് 15 അല്ലല്ലോ, 5 സെന്റിമീറ്റർ സ്ക്വയർ, 5 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ AB ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും അല്ലേ? അപ്പൊ A ഇൻറ്റു B നമുക്ക് 5 കിട്ടണം. അതായത് ആ പോസിബിലിറ്റി 5 ഇൻറ്റു 1 അല്ലേ? 5 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. ഇത് നമ്മുടെ ആദ്യത്തെ മെത്തേഡായിരുന്നേ. ആദ്യത്തെ മെത്തേഡിൽ അങ്ങനെ 5ഉം 1ഉം ആയിട്ടുള്ള റേഷ്യോയിൽ ഞാൻ എന്താ, AB വരച്ചു അല്ലേ? എന്തേ 5ഉം 1ഉം എന്നുള്ള രീതിയിൽ ആ ഒരു ലൈൻ വരച്ചു. അപ്പൊ 5 + 1 6. എന്നിട്ട് അതിന്റെ മിഡ് പോയിന്റ് എടുത്തു. എന്നിട്ട് സെമി സർക്കിൾ വരച്ചു, കോമ്പസ് വെച്ച് സെമി സർക്കിൾ വരച്ചു. എന്നിട്ട് നമ്മൾ എന്താ, ആ ഡിവിഷൻ പോയിന്റ് അല്ലേ, 5ഉം 1ഉം ആയിട്ട് തിരിച്ച് ആ പോയിന്റിൽ നിന്ന് സെമി സർക്കിളിലോട്ട് ഒരു ലൈൻ വരച്ചിട്ട് പിന്നെന്താ, ഈ 2 പോയിന്റ് എന്താ കോമ്പസ് വെച്ചിട്ട് നമ്മൾ 2 ആർക്സ് വരച്ച് പിന്നെ ജോയിൻ ചെയ്തു അല്ലെ? ഇവിടെയും അതുപോലെ തന്നെ ആർക്ക് വരച്ചു, ജോയിൻ ചെയ്തു. അങ്ങനെ നമുക്ക് സ്ക്വയർ കിട്ടി. രണ്ടാമത്തേൽ നമ്മൾ എന്താണ്, അവിടെ അതിൻ്റെ അകത്താണ് നമ്മൾ ട്രയാങ്കിളിന്റെ ഇതെടുത്ത പൈതഗോറസ് തിയറം. അപ്പൊ അതെങ്ങനെ വരും? അത് A² ഒരു ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ അതിന്റെ ബേസ് എന്താണ്, B ഇസ് ഈക്വൽ ടു, ഇത് എയും ബിയും ആണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് ഞാൻ എന്താണ് √5 ആയിട്ട് എടുത്തു. അതാണ് നമ്മുടെ സൈഡ് അല്ലെ? √5 ആണ്
സൈഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പൊ അതിനെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് എടുത്തു. അപ്പൊ എന്താ a² + b² = √5 the whole square. അപ്പൊ എന്താ a² + b² = 5 എന്ന് കിട്ടി. ഇനി അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്താ എയും ബിയും കണ്ടുപിടിക്കണം. ആ പോസിബിലിറ്റീസ് ഏതൊക്കെയാ? നമ്മൾ a², ഏതിന്റെ രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടണം. അപ്പൊ നമ്മൾ എന്താ സ്ക്വയേഴ്സ് എടുത്തു. 1² = 1, 2² = 4, 3² = 9, അങ്ങനെ എടുത്തു. അപ്പൊ എന്താ 4 + 1 5 എന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ അത് ഇവിടെ നോക്കിക്കേ. അപ്പൊ 1² + 2² = എനിക്ക് എന്താ 5 കിട്ടും അല്ലേ? 1² 1, 2² 4, 4 + 1 5 എന്ന് കിട്ടി. അപ്പൊ എന്താണ് ഞാൻ 1ഉം 2ഉം എയും ബിയും ആയിട്ട് സെലക്ട് ചെയ്തു. അതെന്താണ്? അത് നമ്മുടെ ബേസും മോൾട്ടിറ്റ്യൂഡും ആയിട്ട് ഞാൻ കൊടുത്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫിഗർ വരച്ചത് അല്ലേ? സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ട്രയാങ്കിൾ വരച്ചു അല്ലെ? B2 ആയിട്ട് A1 ആയിട്ട് ഞാൻ ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് ആ എൻ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഹൈപ്പോട്ടിന്യൂസ് കിട്ടി അല്ലേ? ഇനി ഹൈപ്പോട്ടിന്യൂസ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തത്? ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് കിട്ടിയിട്ട് ഞാൻ സെറ്റ് സ്ക്വയർ വെച്ച് തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു അല്ലേ? സെറ്റ് സ്ക്വയർ വെച്ച് ഞാൻ ഇതും എക്സ്റ്റെൻഡ് ചെയ്തു. നേരെ സെറ്റ് സ്ക്വയർ തിരിച്ചു വെച്ചിട്ട് ഇതും അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് പിന്നെന്താ കോമ്പസ് ഇത് അളന്നിട്ട്, കോമ്പസ് വെച്ച് ഈ ഒരു ലെങ്ത് അളന്നിട്ട്, ഇതാണല്ലോ സ്ക്വയറിന്റെ ഒരു സൈഡ്, ഇത് അളന്നിട്ട് എന്താ ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതുപോലെ തന്നെ ഇവിടെയും കോമ്പസ് വെച്ച് ആ സെയിം മെഷർമെന്റിൽ തന്നെ ഞാൻ അവിടെ ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് പിന്നെ ജോയിൻ ചെയ്ത് നമുക്ക് സ്ക്വയർ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ 3 വേസിൽ നമ്മൾ ഈ സ്ക്വയർ വരച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. അപ്പം ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ കൊണ്ട് തീരുക. അപ്പൊ എല്ലാവർക്കും ബൈ.